നിലമ്പൂരിലേക്ക് നോക്കിയാൽ ഇഞ്ചോടിഞ്ച് എന്ന് പറയാവുന്ന മത്സരമാണ് നടക്കുന്നത്. പ്രചാരണത്തിൽ LDFും UDFും ആര് മുന്നിലെന്ന് ആർക്കും പറയാനാത്ത വിധം ഒപ്പത്തിനൊപ്പമാണ്. കൂടെ BJPയും അൻവറും കൂടിയാവുമ്പോൾ പൊടിപൂരം. കഴിഞ്ഞ ദിവസം ഞാൻ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ മറനീക്കി പുറത്തു കൊണ്ടുവന്നിരുന്നു. പലരും വിമർശിച്ചു, ചിലരെല്ലാം അനുകൂലിക്കുകയും ചെയ്തു. ഇത്തവണ LDF സ്ഥാനാർത്ഥി M സ്വരാജിനെ മറനീക്കി പുറത്തു കൊണ്ടുവരാം. ആദ്യമേ പറയാം, ഒരു രാഷ്ട്രീയ ചായുമില്ലാത്ത തികച്ചും നിഷ്പക്ഷമായ എൻ്റെ ഒരു വിശകലനമാണ് ഇത്. ആ വിശകലനത്തിൽ ഷൗക്കത്തിന്റെ മറ നീക്കിയപ്പോൾ പലരുടെയും മുഖം ചുളിഞ്ഞു. എന്നെ ഒരു UDF വിരോധിയായി മുദ്രകുത്തി. ഇനി സ്വരാജിന്റെ മറ നീക്കുമ്പോഴും മുഖം ചുളിയുന്നവരുണ്ടാകാം. എന്നെ UDF ആയി മുദ്ര കുത്തുന്നവരും ഉണ്ടാകാം. അവർ സദയം ക്ഷമിക്കുക. അവരോട് ഒന്നേ പറയാനുള്ളൂ, സ്വന്തം രാഷ്ട്രീയ ബോധത്തെ ആത്മവഞ്ചന കൂന്നുവടിയാക്കാതെ ഒരു നിമിഷം ചിന്തിക്കുക. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. M സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നല്ല വിവരവും വിവേകവും മാന്യതയുമുള്ള നേതാവാണ്. അതിരുവിട്ടാരെയും അധികം അധിക്ഷേപിക്കാത്ത നേതാവ്, വിവേകത്തോടെ മാത്രം കാര്യങ്ങൾ പറയുന്ന നേതാവ്, പൂർണ്ണമായും പക്വതയുള്ള ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തോട് വലിയ മതിപ്പുമാണ്. പഠിക്കുന്ന കാലത്ത് വലിയ പഠിപ്പിസ്റ്റൊന്നും ആയിരുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം അദ്ദേഹം SFI മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു. അന്നൊക്കെ നല്ല മതിപ്പുണ്ടാക്കിയ ഒരു യുവ നേതാവാണ് M സ്വരാജ്. വ്യക്തിപരമായി ആർക്കും അധികം കുറ്റം പറയാനില്ലാത്ത നേതാവ്. സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നല്ല വായനക്കാരനാണ് എന്നും പറയുന്നുണ്ട്. അതൊക്കെ ഒരു കണക്കാണ്. രാഷ്ട്രീയക്കാരുടെ വായന എന്ന് പറയുന്നതൊക്കെ അങ്ങനെയാണ്. അവർക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല. നല്ല വായനക്കാർ നല്ല രാഷ്ട്രീയക്കാരാവാനും സാധ്യത കുറവാണ്. എന്നല്ല, ജവഹർലാൽ നെഹ്റുവും EMSും ഒക്കെ നല്ല വായനക്കാരായിരുന്നു. അബ്ദുൽ കലാം ആസാദിനെ പോലെ, ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ പോലെ, VP സിംഗിനെ പോലെ, ശശി തരൂരിനെ പോലെ, MP വീരേന്ദ്രകുമാറിനെ പോലെ, അബ്ദുസ്സമദ് സമദാനിയെ പോലെ ചുരുക്കം ചിലരുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരൊക്കെ വായനയുടെ കാര്യത്തിൽ വെറുമൊരു കണക്കാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ഈ അടുത്ത് എൻ്റെ സുഹൃത്തായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ആ പുസ്തക പ്രകാശനത്തിൽ അവിടെ ഏതോ ഒരു ഇംഗ്ലീഷ് കവിയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതാരാണ്? ഞാൻ പറഞ്ഞു, റോബർട്ട് ഫ്രോസ്റ്റ്. മൂപ്പയുടെ കവിതയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു. കുറെ കവിതകളുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് ദി റോഡ് നോട്ട് ടേക്കനെ കുറിച്ചാണ്. അത് അദ്ദേഹം മനസ്സിൽ വെച്ചു. പിന്നെ അടുത്ത വേദി റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ചും ദ റോഡ് നോട്ട് ടേക്കനെ കുറിച്ചും മൂപ്പരുടെ ഒരു പ്രസംഗമുണ്ട്. അത് കേട്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഇത് കേൾക്കുന്നവർ വിചാരിക്കും റോബർട്ട് ഫ്രോസ്റ്റ് മൂപ്പരുടെ സ്വന്തം അമ്മായിയുടെ മകനാണെന്ന്. അതാണ് രാഷ്ട്രീയക്കാർ. കാര്യമായി അഗാധമായി ഒന്നും അറിയില്ല. VD സതീശനെ പോലെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. ഇവർ ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ചവരാണെന്ന് തോന്നിപ്പിക്കും. അതിനായി വീട്ടിൽ വലിയ അലമാരയൊക്കെ സ്ഥാപിച്ച് അതിൽ നിറയെ പുസ്തകങ്ങൾ ഭംഗിയായി നിരത്തി എല്ലാവരും കാണത്തക്ക വിധത്തിൽ സിറ്റിംഗ് റൂമിൽ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇത് കാണുന്ന സാധാരണ ജനം വിചാരിക്കും ഇയാൾ വലിയ ചിന്തകനും വായനക്കാരനുമാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുക എന്ന ലക്ഷ്യമേ അതിനുള്ളൂ. ആ നിരത്തിയ പുസ്തകങ്ങളിലെ പ്രിഫൈസ് അല്ലാതെ മറ്റൊന്നും അവർ വായിച്ചിട്ടുണ്ടാവില്ല. അത് അവരുടെ മാത്രം ഒരു മിടുക്കാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ബുദ്ധിജീവികളെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പൊന്നും തോന്നാറില്ല. പ്രസംഗത്തിൽ അവർ കാണിക്കുന്ന കസർത്ത് കണ്ട് അവർ വലിയ ബുദ്ധിജീവികളാണെന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ M സ്വരാജും അത്തരത്തിൽപ്പെട്ട വായനക്കാരനാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് ഒരു പരിചയമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം ഞാൻ ഉന്നയിക്കില്ല. ഏതായാലും അത് ഒരു മികച്ച പ്രസംഗകനാണ്, നല്ല മതേതരവാദിയാണ്, നന്നായി സംസാരിക്കാൻ കഴിയുന്ന മാന്യനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്. എനിക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട, അവർ നല്ല മനുഷ്യരായി വോട്ട് ചെയ്യുമെങ്കിൽ സ്വാഗതം ചെയ്യുമെന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച, വർഗീയവാദികൾ നല്ല മനുഷ്യരേ അല്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച നിലമ്പൂരിലെ ഏക സ്ഥാനാർത്ഥിയാണ്. ഈ നിലകളിലൊക്കെ നല്ലൊരു വ്യക്തിത്വമാണ് സ്വരാജിൻ്റെത് എന്ന് ഞാൻ പറയും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ സാധാരണക്കാരായ മലപ്പുറത്തുകാർക്ക് അധികമൊന്നും പ്രാപ്യനല്ലാത്ത, അവർക്ക് അധികമൊന്നും കണ്ടുകിട്ടാൻ കഴിയാത്തൊരു നേതാവാണ് M സ്വരാജ്. അതിനി ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തെ അങ്ങനെ നിലമ്പൂരുകാർക്ക് മാത്രമായി
കിട്ടിക്കൊള്ളണം എന്നില്ല. 2016 തൃപ്പൂണിത്തുറക്കാർ വലിയ പ്രതീക്ഷയോടെയാണ് എം സ്വരാജിനെ നിയമസഭയിലേക്ക് അയച്ചത്. പക്ഷേ തൃപ്പൂണിത്തുറക്കാർക്ക് അപ്രാപ്യനായ ഒരു MLA ആയിരുന്നു അദ്ദേഹം. അത് എതിരാളികളല്ല, CPMകാർ തന്നെ അടക്കം പറയുന്നതാണ്. എം സ്വരാജ് അഹങ്കാരത്തിന്റെ പ്രതിരൂപമാണെന്ന് പറഞ്ഞത് കോൺഗ്രസുകാരോ മുസ്ലിം ലീഗുകാരോ BJPക്കാരോ ഒന്നുമല്ല. ഇടതുപക്ഷ കക്ഷിയായ CPIയുടെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ 2018 ഫെബ്രുവരി 2 അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് സ്വരാജിനെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനമുള്ളത് എന്നോർക്കണം. അതുകൊണ്ടാണ് അവിടുത്തെ പ്രാദേശിക പാർട്ടി നേതാക്കൾ പലരും തങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ മാറ്റിത്തരണമെന്ന് 2021 ആവശ്യപ്പെട്ടതും. കാരണം രണ്ടാമത് നിന്നാൽ അവിടെ വിജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്ന് അവർക്ക് അന്നേ ബോധ്യപ്പെട്ടിരുന്നു. അവരുടെ ആ നിഗമനം കറക്റ്റുമായിരുന്നു. കെ ബാബുവിനോട് സ്വരാജ് പരാജയപ്പെട്ടതും അതുകൊണ്ടാണ്. ഇനി അവിടെ നിൽക്കാൻ സ്വരാജ് കുറച്ച് മടിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടുത്തെ ഫലം കണ്ടപ്പോൾ ഞാൻ തന്നെ അന്ന് അതിശയിച്ചു പോയതാണ്. ഒരു നല്ല നേതാവ് എന്ന നിലയ്ക്ക് അവിടെ ജയിക്കേണ്ടതെന്ന് സ്വരാജ് ആണെന്നും എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് ഒന്ന് നോക്കിയപ്പോഴാണ്, അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിന് കാരണം അദ്ദേഹം സാധാരണക്കാരിൽ നിന്നും അകന്നു നിന്നതാണ് എന്ന് മനസ്സിലായത്. നിയമസഭയിൽ കത്തിക്കയറുമ്പോഴും സാധാരണക്കാരായ പൊതുജനം ഒരു MLAയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്തോ അത് കൊടുക്കാൻ സ്വരാജിന് അവിടെ കഴിഞ്ഞില്ല എന്നത് ഒരു സത്യമാണ്. അതാണ് അവിടെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതും. തുടർ വിജയം കിട്ടാത്ത പല നേതാക്കളുടെയും അവസ്ഥ അതാണ്. നിലമ്പൂരിലെ കവളപ്പാറയിലും പോത്തുകല്ലിലും പ്രളയമുണ്ടായപ്പോൾ സ്വരാജിന്റെ ഒരു ഫോട്ടോ എങ്കിലും കണ്ടവരുണ്ടോ എന്നാണ് PV അൻവർ ചോദിക്കുന്നത്. കാള പെറ്റു എന്ന് കേട്ടപ്പോഴേക്കും കയറെടുത്തു എന്ന് പറഞ്ഞ പോലെ UDFകാരും അത് ഏറ്റുപിടിച്ചു. അത് തികച്ചും തെറ്റാണ്. അദ്ദേഹം എത്തിയിരുന്നു. പക്ഷേ പലരും എത്തുന്ന പോലെ വെറും ഒരു കാഴ്ചക്കാരനായി മാത്രമാണ് അദ്ദേഹം അവിടെ എത്തിയത്. മന്ത്രിമാരോടൊപ്പം ദുരന്ത മേഖലയിലെത്തി, ഫോട്ടോ എടുത്തു, കാൽ നനഞ്ഞു എന്നല്ലാതെ കൈ നനയാതെ ഇസ്തിരി ഒട്ടും ചുളിയാതെ മടങ്ങുകയും ചെയ്തു. അല്ലാതെ ദുരന്തമുഖത്ത് ഓടി നടന്ന് സഹായം എത്തിക്കുന്നതിനോ ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നതിനോ സ്വരാജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ CPMകാർ എന്തു പറഞ്ഞാലും സത്യം അതാണ്. അവിടുത്തുകാർക്ക് അതറിയുകയും ചെയ്യാം. തൊണ്ട പൊട്ടി പ്രസംഗിക്കാനല്ലാതെ വിയർപ്പൊഴുക്കി പണിയെടുക്കാനൊന്നും സ്വരാജിനെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിന് MLA ആയാലും അല്ലെങ്കിലും ഇസ്തിരി ചുളിഞ്ഞ് പണിയെടുക്കാനൊന്നും എം സ്വരാജിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ചുരുക്കത്തിൽ MLA ആയാൽ നിങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ശബ്ദമുയർത്താൻ കരുത്തനായ നേതാവാണ് എം സ്വരാജ്. അതേസമയം നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അതിൽ പൂർണ്ണ സമയം നിങ്ങൾക്കൊപ്പം നിൽക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ വിയർപ്പൊഴുക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ഉറക്കമിളയ്ക്കാൻ ഒന്നും സ്വരാജിനെ കിട്ടിക്കൊള്ളണം എന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതുവരെയുള്ള എം സ്വരാജിന്റെ പ്രവർത്തനങ്ങളെ പുറമേ നിന്നുള്ള ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ വിലയിരുത്തിയുള്ള നിഗമനം, പിണറായി വിജയന്റെ പിണിയാളാണെന്ന അഹങ്കാരം കുറച്ചൊക്കെ തലക്ക് പിടിച്ചുപോയ നേതാവാണ് എം സ്വരാജ്. അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും സമുന്നത നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദന്റെ തലവെട്ടി ഉത്തര കൊറിയൻ മോഡൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പാക്കണമെന്ന് CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ആവശ്യപ്പെട്ട ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് എം സ്വരാജ് ആണ് എന്നോർക്കണം. രാഷ്ട്രീയ ബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറയാൻ പാടില്ലാത്ത, ഗുരുത്വമില്ലാത്ത വാക്കാണത്. ഘടകകക്ഷികളെ എന്നല്ല, സാധാരണക്കാരായ സ്വന്തം അണികളെപ്പോലും തെരഞ്ഞെടുപ്പ് സമയത്തല്ലാതെ അധികം പരിഗണിക്കാത്ത നേതാവാണ് സ്വരാജ്. തങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴിക്കുക സാധാരണക്കാരായ അണികളോട് പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ പൂരായണ എന്ന് പറയുന്ന നേതാവ്. അതുകൊണ്ടാണ് CPI മുഖപത്രമായ ജനയുഗത്തിന്റെ 2016 ഓഗസ്റ്റിൽ ഇറങ്ങിയ ലക്കത്തിൽ എഡിറ്റോറിയൽ പേജിൽ വാതിൽ പഴുതിലൂടെ എന്ന പങ്ക്തിയിൽ തലയിൽ ആൾതാമസമില്ലാത്ത സ്വരാജ് ജനിക്കുന്നതിന് മുമ്പാണ് CPI നേതാവ് കേരളം ഭരിച്ചതെന്നും ഇതിനുശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് ചരിത്രം പോലും അറിയില്ലെങ്കിൽ ആ തലയിൽ തക്കാളി കൃഷി നടത്തുന്നതാവും നല്ലതെന്നും ഓർമ്മിപ്പിക്കുന്നത്. പിണറായി വിജയൻ പിന്നിലുണ്ടെന്ന ധൈര്യത്തിൽ സ്വരാജ് ഘടകകക്ഷികൾക്ക് പുല്ലുവില കൽപ്പിച്ചതാണ് CPI കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ചത് എന്നോർക്കണം. CPIയുടെ രക്തപതാക തനിക്ക് വെറുമൊരു കീറത്തുണിയാണെന്ന് പറഞ്ഞ സ്വരാജിന് മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യാൻ
രാഷ്ട്രീയ ബോധമുള്ള ഒരു CPI-ക്കാരനും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സ്വഭാവം കൂടി മാറ്റാൻ എം സ്വരാജ് ഇനിയെങ്കിലും ബോധപൂർവം ശ്രമം നടത്തിയില്ലെങ്കിൽ പണിപാളും. അതല്ല, നിലമ്പൂരിൽ ജയിച്ച് ഞാൻ പറഞ്ഞ പോലെ ഈ വൈകല്യങ്ങൾ കൂടി മനസ്സറിഞ്ഞ് മാറ്റി മാതൃകാപരമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിലമ്പൂരിലെന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും ഭാവിയുള്ള ഒരു നേതാവാണ് എം സ്വരാജ്. അത് കണ്ടെത്തി സ്വന്തക്കാർ തന്നെ അദ്ദേഹത്തിന്റെ കാല് വാരാനും സാധ്യത ഏറെയാണ്. അതും തള്ളാനാവില്ല, കരുതിയിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ദിവസം BJP-യുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ മറയില്ലാതെ കാണാം. ഇപ്പോൾ വിട. നന്ദി, നമസ്കാരം.